എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് 38 വർഷമായി ബ്ലീഡിങ്. അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം. പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ഈ ട്രീസ്റ്റായുടെ ഒരു പ്രശ്നം. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, അടിവയറ്റിലൊക്കെ വേദനയുണ്ട്, പെരിപ്പുണ്ട്, പൊക്കച്ചിലുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല. ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല. കാര്യം എന്താണ്? ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അപ്പോൾ അവർ സാക്ഷ്യം പറയണേ, ഇടയ്ക്ക് എനിക്ക് വേദന അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും. അപ്പോഴും ഞാൻ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും. അത് കേൾക്കണം ആ സാക്ഷ്യം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനോർത്ത് ദൈവമേ, ഒരു കാര്യം സത്യം കേട്ടോ, അതായത് നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ അല്പം സ്തുതി പറയും. കാര്യം അതൊക്കെ മേലെയാണ് ചില ആൾക്കാർ ചെയ്തു കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരക്തസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ്. അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ കുറേ കുടുംബക്കാരുണ്ട് വീട്ടിൽ, ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ സ്പർശിക്കുന്നു പറയൂ. കർത്താവേ ശിവേ ആരാധന, ശിവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് കൊളോസ്യ ലേഖനം 1:24 ഒരു അടിപൊളി വചനമുണ്ട്. എന്താ പറയണത്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികർത്തുന്നു. അപ്പോൾ ഓരോരുത്തരുടെ വേദനയില്ലേ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളെല്ലാം എന്തിനു വേണ്ടിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ പൗലോസ് സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ്. സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ, യേശുക്ക് 2 ശരീരമുണ്ട്. ഒന്ന് മൗലിക ശരീരം, ഈശോ തന്നെയാണ് മൗലിക ശരീരം, സഭയുടെ ശിരസ് അല്ലേ. നമ്മുടെ സഭ, നമ്മളെന്താണ്? ഭൗതിക ശരീരം, ബോഡി. നമ്മളെ ബോഡിയും കർത്താവ് നമ്മുടെ ശിരസ്സും അല്ലേ. അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെ ഉണ്ടാകണത്? സഭയാകുന്ന ശരീരമെന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി, സഭയാകുന്ന ശരീരം ഇപ്പോൾ 2022 കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത്? വിശ്വാസികളാണെന്നാണ് പറയണത്. അതാണ് സംഭവം. ഈ മറ്റു ട്രീസായൊക്കെയുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ്, മറ്റു ട്രീസ അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെ ഇല്ല. ഒരിക്കലും ഇവരിങ്ങനെ
താടി മേശയിലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം അത് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനോർക്കുക ഈ മനുഷ്യന്മാർ, അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണം. ഈ ബ്ലീഡിങ് ഉള്ള രോഗി എങ്ങനെ കൂടണത്? അവർ മേശയുടെ അരികെ മുട്ടയിൽ നിന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ കുർബാന നിൽക്കണ പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കണത്. കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ്. എന്താ കാരണത്? 38 കൊല്ലമായിട്ട് രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം, എൻ്റെ പുറകിൽ അമ്മ നിൽക്കണം. ഇവർ ട്രീസ എവിടെയോ, അവരെവിടെയാണ് മറ്റൂര്, അതെവിടെ നിൽക്കണത്? എവിടെയാ അത്? അങ്കമയ്യ. അവിടെയാ. അപ്പോൾ അവിടെ അവർ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലിലല്ല അമേരിക്കയിലായാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? അരികിൽ തന്നെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയണത് കണ്ട, അവൾ ബ്ലീഡിങ് ആയിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും, അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അത് അവളോട് പറയാൻ പറയും. അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അവളോട് പറയാൻ പറയും. അപ്പോൾ എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും. ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു കല്ല് പോലൊരു സാധനം വരണം. വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു. അതിൻ്റെ വേദന പുകച്ചിരി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു. എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു. എന്നിട്ട് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായിട്ട് ഈശോ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓപ്പറേഷൻ വേണ്ടി വരും. അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീവ്ഡ് ആകാൻ പറയും. അപ്പോഴും മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ താടിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടോണ്ട് ധ്യാനം കേട്ടോണ്ട് ഭക്തിയോടെ ഇരിക്കണം. അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത്. അവളുടെ കാര്യം ഈശോ പറയണത് എന്താ പറയണത്? അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല് പോലൊരു സാധനം വരുന്ന വെച്ചപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ സാധനം വന്നു. വയറ്റിൽ നിന്ന് യൂട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല്. വല്ലാത്ത വേദനയാണ്. എന്നിട്ട് അത് കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു വിരൽ പോലെ ഇരിക്കുന്ന, ഞാൻ ഇത് കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട്, വിരൽ പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ഈശോ പറയുകയാണ്. അപ്പോഴെന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത്. അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത്. പക്ഷേ എന്തുകൊണ്ടാണ്? ട്രീസായുടെ നിലവാരമാണത്. അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൾ ഈ ബ്ലീഡിങ്ങും വെച്ചുകൊണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസ് ആൻഡ് ത്രോ ആയിട്ട് എറിഞ്ഞു കളയാൻ പറ്റിയ എന്തോ സാധനമാണ്. അതാണ് വിഷയം. പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കണ ഇതാണ്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ഛം ഉടച്ച് ഓച്ചാനിച്ച് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഒരാഴ്ച വാലാട്ടിക്കൊണ്ട് നടക്കും. അതിനുശേഷം ഗുഡ് ബൈ പറയും. അവരവരുടെ വഴിയായി, അവരുടെ രീതിയായി, അവരുടെ പഴയ മനുഷ്യനായി. അപ്പോൾ ഇങ്ങനെ വരണ കൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൾ ഇനി വേദനിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതായത് ഈശോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കർത്താവിനെ അറിയാം, നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം. കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുക്കലും പൊക്കലും ഒക്കെയാണ്. അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെ ആയിരിക്കും നീ എന്നുള്ളത് ഈശോക്കറിയാം. ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് മര്യാദയ്ക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു, അതാണ് വിഷയം. ഇപ്പം അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പം എന്ത് കാണും? ഇപ്പം മനുഷ്യരെപ്പോയി കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ 2 കാഴ്ച ഉണ്ടാവും. ശരി, ഇപ്പം
രണ്ട് കാഴ്ച ഉണ്ടാവും. എന്നുവെച്ചാൽ ദൈവത്തിനെ അറിഞ്ഞതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വരികയാണ്. ഇപ്പം മറ്റു ട്രീസാടെ വിഷയം എന്താണ്? അവർക്ക് കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി കാരണം ക്ലെയിമുണ്ട്. കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവർ ദൈവത്തിൻ്റെ മകളാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം, കുറച്ച് കൂടിയ വിശ്വാസമാണ്. കൂടിയ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടേത്, ഇല്ലേ? ഇപ്പം ഞാൻ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കറിട്ടിരിക്കണ വള്ളത്തേനെ കൊണ്ടുപോകും. അത് വെഞ്ചരിക്കാൻ പറയും. അപ്പോൾ ഞാൻ വെഞ്ചരിക്കുമ്പോൾ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവരെന്നെ പറയും, അച്ഛാ ഇത് കയറ്റാനായിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ഇവിടെ അത് ഇതിന് മുരിങ്ങ പിടിച്ചിരിക്കുകയാണെന്ന്. കുറേ നാളെ കായലിൽ കിടന്ന് കഴിയുമ്പോൾ മുരിങ്ങ എന്നും പറഞ്ഞൊരു തരം പുഴുവുണ്ട്, കക്കായൊക്കെ പിടിച്ചിരിക്കും. അത് വള്ളത്തിന് ദൂരം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും. അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരം ഉണ്ടാവും. ഇതാണ് വിഷയം വേണ്ടത്. അതല്ലാതെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അതായത് നമുക്കൊരിക്കലും ഇങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസായിട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല. ഉച്ചവരെ ഒരു ബാച്ച്, ഉച്ച കഴിയുമ്പോൾ വേറൊരു ബാച്ച്, അങ്ങനെ ഒന്നുമില്ല. അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട്, ഒരു നയം, ഒരു സമീപനം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സത്യസന്ധമായി അങ്ങയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. കർത്താവയുടെ പ്രാർത്ഥിക്കുന്ന മക്കളെ നിയോഗം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ട്രീസ ചേച്ചിയുടെ സാക്ഷ്യത്തിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായർ 10:36 ഹെബ്രായർ 10:34 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം ചില സമയത്ത് ഈ സഹനശക്തി നമുക്ക് ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ചിലർ ചോദിക്കുകയെ, ഇപ്പം ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ദിവ്യകുർബാന കൂടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. പക്ഷെ എന്താ പ്രശ്നം? വാഗ്ദാനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ശരീരത്തിൽ പ്രാപിക്കുന്നത് സൗഖ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം ജീവിത മണ്ഡലങ്ങൾ പ്രാപിക്കുന്നത് അനുഗ്രഹം, അതാണ് ഈ വസ്തു വിൽപ്പന, വിവാഹം, വീട് ഒക്കെ വരും. ദൈവത്തിൻ്റെ വാഗ്ദാനം ആത്മാവിൽ പ്രാപിക്കണ കൃപ, നിത്യത വരെ. അപ്പോൾ വാഗ്ദാനം ഒരു മനുഷ്യന് പലതരത്തിൽ പ്രാപിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഒന്നും വായിച്ചോളൂ. 10:36 ഹെബ്രായ ലേഖനത്തിലെ സ്തുതികട്ടെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് വിഷയത്തിൽ ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യണം. എനിക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടോ, ഇപ്പോൾ ഈ ആംപ്ലിഫൈ, ഞാൻ എൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യണം ഇപ്പോൾ, അല്ലേ? നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു. അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും. പക്ഷെ നമുക്കൊരു തടി മില്ലിന് തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പോരാ, ത്രിപിൾ ഫേസ് വേണം. അതാണ് പ്രശ്നം. ഇതുപോലെ വലിയ വാഗ്ദാനം, ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള
അത്യാവശ്യം നവേനയും പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ മതിയാവും. പക്ഷേ നിത്യത പോലെയുള്ള, ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വന്നിരിക്കുന്നത് 10:10 യോഹന്നാന്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞോളൂ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പോൾ A+++ ആണ് സംഭവം, അല്ലാതെ B+ അല്ല. B+ ആയിരുന്നെങ്കിലേ അവരിങ്ങനെ തുണിയെ ഇല്ലാതെ കുരിശേക്കറി ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു. ആൻഡ് യു വിൽ ബി റിജക്റ്റഡ് ബൈ നോ മീൻസ്. എന്താ കർത്താവ് പറയണത്? ഇപ്പോഴേ നീ കൃപ സമർത്ഥമാക്കുന്നില്ലെങ്കിൽ നീ B+ നിൽക്കും. B+ കർത്താവിന് വേണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? യോഹന്നാൻ 10:10 കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കണത്, പറഞ്ഞോളൂ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പൊ ജീവൻ സമൃദ്ധിയായാലേ പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ വിഷയം വരണത്. സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധം, ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ബോധമാണ്. ബോധം മാത്രമല്ല, ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബോധ്യം. കാര്യം ഇത് ക്രമേണ വളർന്നു വരുന്നതാണ്. ഇപ്പോൾ റോമ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് നടപടി പുസ്തകത്തിന് 10:15-21 വായിച്ചേ. നടപടി പുസ്തകം 15:23 ശ്രദ്ധിക്കട്ടെ. നടപടി പുസ്തകം 15:23 വായിച്ചോളൂ. അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയരുടെ നിന്നുള്ള സഹോദരനുമായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ. ചേർന്ന് പാടാം. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അളവില്ലാത്ത നിൻ കൃപമതി, കൃപമതി, കൃപമതി. സ്തോത്രം, യേശുവേ അളവില്ലാത്ത നിൻ കൃപമതി. റോമാലേഖനം 4:21. റോമാലേഖനം 4:21. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പം ചില വാഗ്ദാനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനമില്ലേ, ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്നാ വേണം? നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഭാഗികമായ ബോധ്യം ഉണ്ടായാൽ പോരാ. ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ 10:36 അനുസരിച്ചാണ്. എന്താണ് ഹെബ്രായർ 10:36 അനുസരിച്ച്? അത് കഷ്ടതയുടെ ഒരു കണ്ടൻ്റ് അതിനകത്തുണ്ടാകും. ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരത്തെ ഉടമ്പടി എടുത്തില്ല, അവളെ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ ഇട്ടില്ല, പക്ഷേ അവളെല്ലാം 8 ദിവസം പോകാതെ അവൾ കാനഡയ്ക്ക് പോയി. ഞാനിതെല്ലാം ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും, എല്ലാ നിരന്തരം പള്ളിയിൽ പോകും, കർത്താവ് കുടുംബപ്രാർത്ഥന നടക്കും, പക്ഷേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ല. ഇങ്ങനെ ഭൗതികമായ നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. ദൈവമായിട്ട് ഗുസ്തി നടത്തുന്ന അനുസരിച്ച് കൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? പണ്ടൊരു കഷ്ണം ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കോബ്, അല്ലേ? ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എളി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധം മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിൽ. എന്താ കാര്യം? ഈ കാനഡയിൽ പോണത്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഈ കാനഡയിൽ പോകാൻ വേണ്ടിയാണ്.
കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിൻ്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ്. ഇതൊന്നുമല്ല, നിത്യതയാണ് വിഷയം. അപ്പോൾ നിത്യത നിനക്ക് അസൈൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാം, അഡ്വാൻസ് ചെയ്യാൻ പറയും. അതാണ് വിഷയം വന്നത്. നിത്യത നീ ഇപ്പോൾ അഡ്വാൻസ് കൂടുതൽ ചോദിക്കും ചില. ഇപ്പോൾ നമ്മൾ ഒരു 4 സെൻറ്റ് സ്ഥലം മതി, അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ. അഡ്വാൻസ് നീ എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. 4 സെൻറ്റ് സ്ഥലം മതി നിനക്ക്, അപ്പോൾ 8 ലക്ഷം രൂപ. നീ അഡ്വാൻസ് എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. പക്ഷേ നിനക്ക് 40 സെൻറ്റ് സ്ഥലം വേണം. 40 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എന്ത് ചെയ്യും? 8 ലക്ഷത്തിന് 80 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. നിങ്ങളുടെയൊക്കെ ഇപ്പം മറ്റു ട്രീസാടെ വിഷയം എന്താണ്? അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണം. 38 കൊല്ലം രക്തസ്രാവം കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ ചേട്ടത്തി പറയവേ, ഞാനേ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറണം, പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറങ്ങണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട്. എന്നാത്തിനാണ് സ്റ്റെപ്പ് കയറണത്? കർത്താവിനെ കാണാൻ വേണ്ടി. കോവിഡാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനാണെന്ന് പറഞ്ഞപ്പോൾ ചുരുണ്ടുമുടി കിടന്ന പാർട്ടിയാണ്. ഒരു 90% ക്രിസ്ത്യാനിൻ്റെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. കാര്യം കള്ളൻ ആരാണ്, വെള്ളി ഏതാണെന്ന് ഇപ്പോൾ ഈശോക്ക് മനസ്സിലായി. കോവിഡ് കാലത്ത് നീ എന്ത് ചെയ്തു? നിൻ്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു? നീ ഇപ്പോഴും കുമ്പസാരത്തിട്ടില്ലേ? കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിൻ്റെ വിശുദ്ധീകരണം. ഈ ഒരു കാലമാണ് നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന് യു മസ്റ്റ് പേ. ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലെറ്റ് ദം ഗോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? പത്രോസിനെക്കുറിച്ചും അന്ത്രയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത്. ആരോട് പറഞ്ഞത്? പട്ടാളക്കാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്നും. ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് ചില ഉണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാനിരിക്കുന്ന അയ്യോ പാപി അന്നാട് ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി. ഇനി നീ അങ്ങനെയല്ല കർത്താവ്, ഞാൻ ഇങ്ങനെയാണ് കർത്താവ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ്, ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കേരള സഭയിലാണെങ്കിൽ 100,000 പ്രശ്നവും. നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളെക്കാൾ ഉപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയതാണ്? കർത്താവിൽ അവൻ ആരുണ്ടാക്കാനാണ്? അതായത് എൻ്റെ വിശ്വമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വിശ്വമുറം അവൻ കയ്യിൽ കളഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും. യോഹന്നാൻ മാന്താന എന്താ ചെയ്തത്? യോഹന്നാൻ മാന്താന ഈശോനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പറഞ്ഞത് വിശ്വമുറ അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വീശുമുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അവൻ എല്ലാ സമയത്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു വീശൽ കഴിഞ്ഞു, അഭയ കേസിൻ്റെ വേറെ വീശൽ കഴിഞ്ഞു, അതിനുശേഷം ഫ്രാങ്കോ പിതാവിൻ്റെ വീശൽ കഴിഞ്ഞു. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പതിരെവിടെ വീഴുന്നു? പറന്നുപോയി. പതിര് ക്രിസ്ത്യാനികൾ പറന്നു പോയില്ലേ? അവൻ പള്ളിപ്പോലും അവനെ കാണാനില്ലല്ലോ. കതിര് കൂടെ നിൽക്കുന്നു. ശ്രുതികട്ടെ ശ്രുതികട്ടെ സ്തോത്രം. എന്നെന്നും യേശുവേ ആരാധന. സ്നേഹത്തിൻ പൂനിലാവേ ആരാധന. നടപടി റോമാലേഖനം 15:23. ശ്രുതികട്ടെ റോമാലേഖനം 15:23 വായിച്ചോളൂ. ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിൽ നിന്നുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ഇതാരാണെന്ന് പറയണമെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലനാണ്. എവിടെ വെച്ചാൽ പറയണത്? കൊറിന്ത്യസിൽ എഴുതി പറയണത്. ആരോടാ പറയണത്? റോമക്കാർ പറയുന്നത്. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ബോധ്യമാണത്. എന്താണ്? കൊറിന്ത്യസോട് പറയുകയാണ്, എനിക്കിപ്പോഴേ ഇവിടെ പ്രവർത്തിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല എന്ന് പറയും. ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരു ബോധമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ബോധവും ബോധ്യത്തിൻ്റെയും വളർച്ചയാണ്. നിനക്കിപ്പം 45 വയസ്സുണ്ടെങ്കിൽ 45 വയസ്സിൻ്റെ
ഒരു വളർച്ച കാണിക്കണം. പല വിശ്വാസിക്കും സംഭവിച്ചിരിക്കണം ഇതാണ്. ഭയങ്കര വയസ്സൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ കുർബാനയൊക്കെ പറഞ്ഞ് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു, അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ. ഇത് ഒരു വളർച്ചയാണ് ശരിക്കും. കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം. കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും. പള്ളി പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ്. പക്ഷെ നീ കയറിയോ? ചില ആൾക്കാരൊക്കെ വന്നിട്ടേ, ഞാൻ പൊങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട്, ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും. ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല, അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലം വാതിലടക്കുകയും അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യുക? ആരെയാണ് ഇത് ലക്ഷ്യം വെക്കണത്? പതിരേതാണ്, കതിരേതാണ്? പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ഞങ്ങൾ കളകൾ പറിച്ച് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിൽക്കട്ടെ. എവിടെയാണ്? കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്ത് കാലമാകുമ്പോഴേ ഞാൻ പറയും, ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടുകെട്ടായി ശേഖരിക്കുവിൻ, കതിരുകൾ എൻ്റെ അറപ്പുറയ്ക്ക് ശേഖരിക്കുവിൻ. അപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ്. അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും, അല്ലെങ്കിൽ സഭയിലൊരു പാഷാണ്ഡത വരും, അല്ലെങ്കിൽ സ്കാനിങ് വരും, ഒരു സ്കാം വരും. ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിഷമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട്. 40 ദിവസത്തെ ആബ്സൻസിന് ശേഷം 40 ദിവസമാണ് മോശ ഭൂമിയിലില്ലാഞ്ഞത്. സീനായ് മലമുകളിലായിരുന്നത്, കർത്താവിൻ്റെ കൂടെയായിരുന്നത്. ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി? മോസസ് ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹറോൻ, പുരോഹിത ശ്രേഷ്ഠൻ. അഹറോൻ എല്ലാവരും കൂടി അഹറോനെ പൊതിഞ്ഞിട്ട് പറയും, ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കി തരാൻ പറയും. അപ്പം അഹ്റോൻ ഇവിടേക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ മോസസ് ഇതാണ് കാണുന്നത്. അപ്പം മോസസ് അവർ തുള്ളാത്തതൊന്നുമല്ല പ്രശ്നം. മോസസ് പറയുന്ന വാക്കുണ്ട്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തെ കർത്താവെന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും. എന്തിനാ കാര്യം? അത് പേറ്റലാണ്. ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ്. നിൻ്റെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ളത് മാറി നിൽക്കാൻ പറയുകയാണ്. അപ്പം നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല. കാര്യം എന്താ? ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല. എൻ്റെ ദൈവത്തിലെ നീ വേദനിക്കാനോ വിഷമിപ്പിക്കാനോ എന്നല്ല ഞാൻ പറയണത്. തെറ്റുണ്ടെങ്കിൽ നീ ദാവീദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്താ കാര്യം? തെറ്റിപ്പോയി, പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. ദാവീദ് എന്തെല്ലാമാണ് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ്? പരിഭാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അബദ്ധങ്ങൾ പറ്റി. സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല. അബദ്ധത്തിൽ വീണു. പക്ഷെ ദാവീദ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ എന്നെ തള്ളിക്കളയരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത്, പരിശുദ്ധാത്മാവിനെ. ഒരു പക്ഷേ എൻ്റെ ദൈവത്തിൽ എൻ്റെ ധ്യാനം ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ, നീ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവെ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി. ദാവീദിനെപ്പോലെ ഞാൻ കരഞ്ഞു പറയുന്നു, ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിക്കരുത്. അതുപോലെ തന്നെ കർത്താവെ, നീ എന്നിൽ നിന്ന്, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞംഗീകരിച്ച് പറയേണ്ട കാലങ്ങളിൽ അത് ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ഞാൻ നിന്റെ വഴിയെ എന്റെ ബോധ്യങ്ങളുടെ വഴിയെ എന്റെ സഹപ്രവർത്തകരുടെ എന്റെ പ്രസ്ഥാനങ്ങളുടെ വഴിയെ അങ്ങേ മറന്നു പോയിട്ടുണ്ട്. ദാവീദിനെ പോലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്. കർത്താവേ, ഹല്ലേലൂയ. സങ്കീർത്തനം 51:11 പ്രാർത്ഥിക്കുന്നു ഈശോയെ. യേശുവേ ആരാധന.